ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് PSC പരീക്ഷകളിൽ GK സെക്ഷനിൽ നിന്ന് ചോദ്യം വരുന്നതാണ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. അപ്പോൾ അതിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണാം. അന്ത്യോദയ അന്ന യോജന AAY ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ്. അന്ത്യോദയ അന്ന യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാമുമായിട്ട്, റേഷൻ പോലെ പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് അന്ത്യോദയ അന്ന യോജന. അടുത്തത്, ദ സ്കീം ഓഫ് ബാലിക സമൃദ്ധി യോജന വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു ഡാഷ്. അതായത് ബാലിക സമൃദ്ധി യോജന എന്നുള്ള സ്കീം ലോഞ്ച് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നെഗറ്റീവ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ദ ഗേൾ ചൈൽഡ് അറ്റ് ബർത്ത് ആൻഡ് ടുവേർഡ്സ് ഹെർ മദർ. അതായത് ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയായി കഴിഞ്ഞാൽ ആ കുട്ടിയോടും ആ കുട്ടിയുടെ അമ്മയോടുമുള്ള അവരുടെ സമുദായത്തിൻ്റെയും ഫാമിലിയുടെയൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെതിരായിട്ടായിരുന്നു ഇത് വന്നത്. നെക്സ്റ്റ്, ഇംപ്രൂവ് എൻറോൾമെൻറ്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് ഗേൾ ചിൽഡ്രൻ ഇൻ സ്കൂൾ. സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂട്ടുക, അതായത് കൂടുതൽ പെൺകുട്ടികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പിന്നെ റേസ് ദ ഏജ് അറ്റ് മാരേജ് ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക. ഇത് മൂന്നുമായിരുന്നു ബാലിക സമൃദ്ധി യോജന എന്നുള്ള സ്കീം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണത് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ലക്ഷ്യങ്ങൾ, അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ്, ദ ബെനിഫിഷ്യറീസ് ഓഫ് ഇന്ദിര ആവാസ് യോജന ആർ സെലക്റ്റഡ് ഫ്രം ഡാഷ്. ഇന്ദിര ആവാസ് യോജനയുടെ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? BPL ലിസ്റ്റിലുള്ളതാണ്. അതായത് ഗ്രാമസഭ അപ്രൂവ് ചെയ്ത BPL ലിസ്റ്റിൽ നിന്നാണ് ഇന്ദിര ആവാസ് യോജനയുടെ ബെനിഫിഷ്യറീസിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ടു BPL കമ്മ്യൂണിറ്റി ഈസ് നോൺ ആസ് ഡാഷ്. BPL കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് പറയുന്നതാണ് ജനശ്രീ ഭീമ യോജന. ഡാഷ് ഈസ് എ ലോക്കൽ ലാംഗ്വേജ് എനേബിൾഡ് വർക്ക് ഫ്ലോ ബേസ്ഡ് ട്രാൻസാക്ഷൻ ലെവൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ പ്ലേസ് ടു ഫെസിലിറ്റേറ്റ് ഗവേണൻസ് ഓഫ് ഇന്ദിര ആവാസ് യോജന. ഡാഷ് ഈസ് എ ലോക്കൽ ലാംഗ്വേജ് എനേബിൾഡ് വർക്ക് ഫ്ലോ, അതായത് ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് വർക്ക് ഫ്ലോ, ജോലി എങ്ങനെയാണ് പോകുന്നത് നോക്കുന്നത് അല്ലേ. ബേസ്ഡ് ട്രാൻസാക്ഷൻ ലെവൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ പ്ലേസ് ടു ഫെസിലിറ്റേറ്റ് ഗവേണൻസ്, അതായത് നമ്മൾക്കറിയാം ഇമെയിൽ, അതുപോലെ ഗവേണൻസ്, ഷോപ്പിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ, അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഗവേണൻസ് ഓഫ് ഇന്ദിര ആവാസ് യോജനനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ആവാസ് സോഫ്റ്റ് എന്നുള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് എനേബിൾഡ് വർക്ക് ഫ്ലോ ബേസ്ഡ് ട്രാൻസാക്ഷൻ ലെവൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത്, ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡാഷ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ആൻഡ് ഓവറോൾ ഹാബിറ്റാറ്റ് ഇൻ ദ റൂറൽ ഏരിയാസ്. അതായത് SAY എന്നുള്ളതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക ആൻഡ് ഓവറോൾ ഹാബിറ്റാറ്റ് ഇൻ ദ റൂറൽ ഏരിയാസിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ ഓവറോളായിട്ടുള്ള ആവാസം ഓക്കെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനാണ് SAY എന്നുള്ള ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അതിൻ്റെ SAYൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നത്. അടുത്തത്, ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്കീം ഓഫ് ഇറ്റ്സ് കൈൻഡ് മെൻറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്ലം ഡ്വെല്ലേഴ്സ് വിത്ത് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡി ഓഫ് 50%. 50% ഗവൺമെൻറ് സബ്സിഡി നൽകിക്കൊണ്ട് ഏത് സ്കീമായിരുന്നു? സ്ലം ഡ്വെല്ലേഴ്സിന്, അതായത് ചേരി നിവാസികൾക്ക് വേണ്ടിയിട്ട് വന്നത് വാംബൈ, VAMBAY ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് സ്കീം ആർക്കായിട്ടായിരുന്നു? ചേരി നിവാസികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്. അതിൽ സബ്സിഡി 50%, 50% സബ്സിഡി നൽകിക്കൊണ്ടാണ് ഈ സ്കീം വന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഡാഷ് ഈസ് ദ ഫോക്കൽ പോയിൻറ്റ് ഫോർ the delivery of services at community levels to children below 6 years of age, pregnant women, nursing mothers and adolescent girls. എന്തായിരുന്നു ഏതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്? കുട്ടികൾക്ക്, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും, പ്രഗ്നൻറ്റ് വുമൺ ഗർഭിണികളായ സ്ത്രീകൾക്കും, പിന്നെ
നഴ്സിംഗ് മദേഴ്സിന്, അതായത് കുട്ടികളെ മുലയൂട്ടുന്ന അമ്മമാർക്കും, ആൻഡ് അഡോളസെൻറ്റ് ഗേൾസ്, കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും വേണ്ടിയിട്ട് പലതരം സേവനങ്ങൾ ഡെലിവറി ചെയ്യുന്ന പലതരം സേവനങ്ങൾ നൽകുന്നത് എങ്ങനെ കമ്മ്യൂണിറ്റി ലെവലിൽ. ആ സ്ഥാപനം ഏതായിരുന്നു? അംഗനവാടിയാണ്. നമുക്കറിയാം അംഗനവാടികൾ വഴി 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. പിന്നെ പ്രഗ്നൻറ്റ് വുമൺസിന് കാൽഷ്യം ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൊടുക്കൽ, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യലൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് മദേഴ്സിന് കുറച്ച് അരി, ശർക്കര, അങ്ങനെ കുറേ കാര്യങ്ങൾ ഗർഭിണികൾക്കും പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വരെയൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അഡോളസെൻറ്റ് ഗേൾസിന് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കലും പിന്നെ അവരുടെ കൗൺസിലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അംഗനവാടിയാണ് ആൻസർ. നെക്സ്റ്റ്, ജവഹർ റോസ്ഗാർ യോജന വാസ് ലോഞ്ച്ഡ് ഓൺ April 1st, 1989 by merging dash. ജവഹർ റോസ്ഗാർ യോജന ഏപ്രിൽ 1 1989 എന്തൊക്കെ മേർജ് ചെയ്തിട്ടാണ് അത് ലോഞ്ച് ചെയ്തതെന്ന്. ഏതൊക്കെയാണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം NREP. അപ്പോൾ നമ്മൾ NREP എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP. അതും രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ്, രണ്ടും കൂടി ചേർത്തിട്ടാണ് ജവഹർ റോസ്ഗാർ യോജന എന്നുള്ള പേരിൽ 1989 ഏപ്രിൽ 1 ലോഞ്ച് ചെയ്തത്. അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് ദ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ്? ICDS എന്നുള്ള സ്കീം വന്നത് 1975. ഹു ഈസ് ദ നോഡൽ ഓഫീസർ അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഫോർ ദ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിൻ്റെ ജില്ലാ തലത്തിലെ നോഡൽ ഓഫീസർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കളക്ടറാണ്. എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ആസ് ഓഫ് റൈറ്റ് ടു അന്ത്യോദയ കാർഡ്? താഴെ പറയുന്ന ആൾക്കാരിൽ ആർക്കാണ് അന്ത്യോദയ കാർഡിൻ്റെ അവകാശികളാവാനായിട്ട് അവകാശമുള്ളത്? എ പേഴ്സൺ ഇൻ ദ ലിസ്റ്റ് ഓഫ് BPL കാറ്റഗറി ആണോ? BPL കാറ്റഗറിയിലുള്ളൊരു പേഴ്സൺ ആണോ? അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണോ? അതോ എ പേഴ്സൺ ബിലോങ്ങിങ് ടു പ്രിമിറ്റീവ് ട്രൈബ്, ഒരു ഗോത്രത്തിൽ പെടുന്ന ആൾക്കാർക്കാണോ? ഈ 3 കാറ്റഗറിയും നമ്മൾ അന്ത്യോദയ കാർഡിൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആവാനായിട്ട് യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ഈസ് ഡാഷ്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെൻറ്റർ സ്പോൺസേർഡ് സ്കീമാണ്. അത് എന്തിനാണ്? ടു പ്രൊവൈഡ് അഡീഷണൽ വേജ് എംപ്ലോയ്മെൻറ്റ്, എക്സ്ട്രാ വേതനം കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്കീം റെമ്യൂണറേഷൻ ഓഫ് വിച്ച് ഈസ് ബോത്ത് ക്യാഷ് ആൻഡ് ഫുഡ്. അതിൽ ക്യാഷും ഫുഡുമായിട്ടാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. പണമായിട്ടും വേതനം കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് ഫുഡായിട്ടും കൊടുക്കും. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഏതായിരുന്നു? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. നെക്സ്റ്റ്, ദ പ്രോജക്റ്റ് ഭാരതി നിർമ്മാൺ വാസ് മെയിൻലി ഇൻറ്റൻഡഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡാഷ്? ഭാരത് നിർമ്മാൺ എന്നുള്ള പ്രോജക്റ്റ് അതിൻ്റെ പ്രധാന ഇൻറ്റൻഷൻ എന്തായിരുന്നു? അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രാമപ്രദേശങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഭാരത് നിർമ്മാൺ പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ദിരാ ആവാസ് യോജന വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1985. ഇന്ദിരാ ആവാസ് യോജന ലോഞ്ച് ചെയ്ത വർഷമാണ് 1985. നെക്സ്റ്റ്, JRY was started in 1989 by merging 2 erstwhile employment programs. Which are those? അതായത് JRY, ജവഹർ റോസ്ഗാർ യോജന, അതിൻ്റെ ഷോർട്ടാണ് JRY. അത് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? നമ്മൾ പഠിച്ചു അല്ലേ, 1989. അത് എന്തൊക്കെ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിനെ മെർജ് ചെയ്തുകൊണ്ടാണ്, കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വന്നതെന്ന്? ഏതൊക്കെയായിരുന്നു? NREPയും RLEGPയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അടുത്തത് ചൈൽഡ് ലൈൻ നമ്പർ എത്രയാണ്? 1098 ആണ് ചൈൽഡ് ലൈൻ നമ്പർ. കുട്ടികൾക്ക് അവരുടെ കംപ്ലയിൻറ്റ്സ് വിളിച്ചു പറയാനായിട്ട് പറ്റും അല്ലേ. അടുത്തത് ഡാഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കീം ടു പ്രൊവൈഡ് ഫുഡ് ഗ്രെയിൻസ് ടു പുവറസ്റ്റ് ഓഫ് ദ പുവർ ഫാമിലീസ്. പാവപ്പെട്ടവരായ കുടുംബങ്ങൾക്ക് ഫുഡ് ഗ്രെയിൻസ്, അതായത് ഭക്ഷ്യധാന്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് AAY.
അടുത്തത് ഫസ്റ്റ് ICDS project in Kerala was set up in 1975 at Dash block. ഏത് ബ്ലോക്കിലാണ് ICDSൻ്റെ ഫസ്റ്റ് ICDS project കേരളത്തിൽ വന്നത്? വെങ്ങര ബ്ലോക്കിലാണ്. അടുത്തത് കുടുംബശ്രീ വാസ് ലോഞ്ച്ഡ് ഫോർമലി ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓൺ ഡാഷ്. കുടുംബശ്രീ ലോഞ്ച് ചെയ്തത് വർഷം 17th May 1998 ആണ്. Dash is a centrally sponsored scheme provide connectivity to unconnected habitations. അതായത് സെൻട്രലി സ്പോൺസേർഡ് സ്കീം, അതായത് കേന്ദ്രത്തിൽ നിന്ന് സ്പോൺസർ ചെയ്ത സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്? അൺകണക്റ്റഡ് ഹാബിറ്റേഷൻസിനേക്ക് കണക്ഷൻസ് നൽകാനായിട്ട്. ഏതായിരുന്നു അത്? PMGSY ആയിരുന്നു. അടുത്തത് ഡാഷ് വാസ് ലോഞ്ച്ഡ് ഓൺ 2nd October 1993 വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എംപവറിംഗ് ദ റൂറൽ വുമൺ ത്രൂ ബിൽഡിംഗ് ത്രിഫ്റ്റ് ഹാബിറ്റ്, സെൽഫ് റിലയൻസ് ആൻഡ് കോൺഫിഡൻസ്. അതായത് 1993 October 2 ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എംപവറിംഗ് ദ റൂറൽ വുമൺ, ഗ്രാമത്തിലെ സ്ത്രീകളുടെ എംപവർമെൻറ്റ്. എങ്ങനെ? ത്രൂ ബിൽഡിംഗ് ത്രിഫ്റ്റ് ഹാബിറ്റ്, സെൽഫ് റിലയൻസ് ആൻഡ് കോൺഫിഡൻസ്. കോൺഫിഡൻസും സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വന്നത് ഏതായിരുന്നു? MSY ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് അണ്ടർ ദ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് സ്കീം? ICDSൻ്റെ കീഴിൽ വന്ന ഏത് സർവീസാണ് വന്നതെന്ന്? റെഫറൽ സർവീസസ് ആണ്. അടുത്തത്, അതായത് ICDSൻ്റെ സ്കീമിൽ എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടികളെയും ഗർഭിണികളെയും ഒക്കെ നോക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരിത് വന്നു കഴിഞ്ഞാൽ വേറെ അടുത്ത ലെവലിലേക്ക്, ഇപ്പോൾ ഹോസ്പിറ്റൽസിലേക്കോ ജില്ലാ ആശുപത്രികളിലേക്കൊക്കെ റെഫർ ചെയ്യുന്നത് ICDSൻ്റെ ഭാഗമാണ്. റിലീസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻ ക്യാഷ് ടു ബെനിഫിഷ്യറീസ് ഈസ് ഡാഷ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ക്യാഷ് ബെനിഫിഷ്യറീസിന് റിലീസ് ചെയ്യുന്നത് നോട്ട് പെർമിസിബിൾ അണ്ടർ IAY. IAYയിൽ അത് പെടില്ല. ഓക്കെ. അടുത്തത്, നെക്സ്റ്റ്, ദ ബെനിഫിറ്റ്സ് ഓഫ് ബാലിക സമൃദ്ധി യോജന ആർ റെസ്ട്രിക്റ്റഡ് ടു ഡാഷ്. ബെനിഫിറ്റ്സ് ഓഫ് ബാലിക സമൃദ്ധി യോജന, അതിൻ്റെ റെസ്ട്രിക്ഷൻ എന്താണ്? 2 ഗേൾ ചിൽഡ്രൻ ഇൻ എ ഹൗസ് ഹോൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഹൗസ് ഹോൾഡ്. അതായത് എത്ര കുട്ടികളുണ്ടെന്നുണ്ടെങ്കിലും 2 പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിലാണ് ആർക്ക്? ബാലിക സമൃദ്ധി യോജന അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇനി അടുത്തത്, ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 2005. ഓക്കെ, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിൽ ഉറപ്പാക്കുന്ന എന്നുള്ളത് ആക്ട് പാസ്സായ വർഷമാണ് 2005. മഹിളാ സമൃദ്ധി യോജന ഈസ് ഡാഷ്. ആർക്കാണ്? ഫോർ വുമൺ, സ്ത്രീകൾക്കായിട്ടുള്ളതാണ്. മഹിള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സ്ത്രീയാണ്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. PMAGY എന്താണ്? പ്രധാനമന്ത്രി ആദർശ് ഗ്രാമീൺ യോജനയാണ് PMAGY. ഒബ്ജക്റ്റീവ് ഓഫ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന WAMBAY ഈസ് ഫോർ ഡാഷ്. അതാർക്കാണ്? ഫെസിലിറ്റേറ്റിംഗ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ അർബൻ സ്ലം ഡ്വെല്ലേഴ്സ്. അതായത് ചേരി, സ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരി നിവാസികൾ. എവിടെയുള്ളത്? അർബൻ, നഗരപ്രദേശങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവർക്ക്, അവർക്ക് ഡ്വെല്ലിംഗ് യൂണിറ്റ്, താമസ സ്ഥലങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് വന്നത്? വാംബൈ, വാൽമീകി അംബേദ്കർ ആവാസ് യോജന. ഓക്കെ. ബാലിക സമൃദ്ധി യോജന ഈസ് ഡാഷ്. എന്താണ്? ഫുള്ളി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ആണ് ബാലിക സമൃദ്ധി യോജന. അടുത്തത്, ഇന്ദിര ആവാസ് യോജന IAY. ഇതേ നേരത്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ദിര ആവാസ് യോജന ഏതായിരുന്നു? റൂറൽ ഹൗസിംഗ്, ഗ്രാമപ്രദേശങ്ങളിലെ താമസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. താമസ സ്ഥലം ഒരുക്കാനായിട്ട്, അതായത് വീടുകൾ ഒരുക്കുക, റൂറൽ ഹൗസിങ്ങിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇന്ദിര ആവാസ് യോജന. നമുക്കറിയാം ആവാസ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ ഓർത്ത് വെച്ച് എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അടുത്തത്, ജവഹർ റോസ്ഗാർ യോജന വാസ് ലോഞ്ച്ഡ് ബൈ. ആരാണ് ജവഹർ റോസ്ഗാർ യോജന ലോഞ്ച് ചെയ്തതെന്ന്? ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു. Which of the following is a non-government organization? Okay, non-government organization, അതായത് ഗവൺമെൻറ് കീഴിലല്ലാത്ത ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദ്യം. NRDP ആണ്.
അടുത്തത് വാൽമീകി അംബേദ്കർ ആവാസ് യോജന വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് കണ്ടീഷൻ ഓഫ് ദ ഡാഷ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആരുടെ അർബൻ സ്ലം ഡ്വല്ലേഴ്സിലെ നഗരപ്രദേശങ്ങളിലെ ചേരി നിവാസികളുടെ കണ്ടീഷൻ ജീവിത സാഹചര്യം ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബെനിഫിഷ്യറീസ് അണ്ടർ ദ സ്കീം ഓഫ് DWCRA DWCRAയുടെ കീഴിലുള്ള അതിൻ്റെ ബെനിഫിഷ്യറീസ് അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? റൂറൽ വുമൺ ആൻഡ് ചിൽഡ്രൻ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗ്രാമീണ സ്ത്രീകളും കുട്ടികളും. അടുത്തത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന. ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്? ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന എന്തിൻ്റെ കീഴിലാണ്? ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. അടുത്തത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. അത് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ ബൈ ദ പ്രൈം മിനിസ്റ്റർ ഡാഷ്. അതായത് അത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നുള്ളൊരു പദ്ധതി നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് ഏത് പ്രൈം മിനിസ്റ്റർ ആണെന്ന്? ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ്. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് MSY? മഹിളാ സമൃദ്ധി യോജനയാണ് MSY. ദ ടാർഗറ്റ് ഗ്രൂപ്പ് അണ്ടർ ICDS സ്കീം ഈസ് ഡാഷ്. ICDS സ്കീമിൽ ആരെ ടാർഗറ്റ് ചെയ്തിട്ടാണ്? ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 0 to 6 years. പിന്നെ നമുക്കറിയാം അഡോളസെൻ്റ് ആയ കുട്ടികൾക്ക്, അതായത് കൗമാരക്കാരായ പെൺകുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഇതിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻ ഏതായിരുന്നു? 0 to 6 years മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റേതും കൂടി വരാമെന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ട് ടിക്ക് ചെയ്തേക്കാം. വിച്ച് പ്രോഗ്രാംസ് 3 important components are micro credit, entrepreneurship and empowerment. ഏത് പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ് മൈക്രോ ക്രെഡിറ്റും എൻ്റർപ്രിനർഷിപ്പും എംപവർമെൻറ്റും വരുന്നത്? കുടുംബശ്രീയുടെ അല്ലേ ക്രെഡിറ്റ് സൗകര്യമുണ്ട്. അത് എന്താണ്? എൻ്റർപ്രിനർഷിപ്പ്, ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ എംപവർമെൻറ്റ്, ആരുടെ എംപവർമെൻ്റ് ആണ് കുടുംബശ്രീയിൽ? സ്ത്രീകളുടെ അല്ലേ, വിമൺ എംപവർമെൻ്റ് ആണ്. അപ്പോൾ ഇത് 3 കോമ്പോണൻസ് ആയിട്ട് വരുന്ന പ്രോഗ്രാമാണ് കുടുംബശ്രീ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ വാസ് അന്ത്യോദയ അന്ന യോജന ലോഞ്ച്ഡ്? അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത് ഡിസംബർ 25, 2000. ഓക്കെ, ഇൻ വിച്ച് ഇയേഴ്സ് വാസ് പ്രധാനമന്ത്രി ആദർശ് ഗ്രാമീൺ യോജന ഫോർമലി ലോഞ്ച്ഡ്? പ്രധാനമന്ത്രി ആദർശ് ഗ്രാമീൺ യോജന ആരംഭിച്ചത് 2010. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശ ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് വിച്ച് സ്കീം? NHRMൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആശ. വിച്ച് പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം ഫ്ലാഗ്ഷിപ്പ് നെയിംസ് ഈസ് അജീവിക NRLMൻ്റെ. ഓക്കെ, വാട്ട് വാസ് ദ ബേസിക് കോമ്പണൻറ്റ് ഓഫ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതായത് സ്വയം സഹായ സംഘങ്ങൾ. അപ്പോൾ ബേസിക് കോമ്പണൻ്റ് ഓഫ് സ്വർണ ജയന്തി ഗ്രാമയോസ്ഗാർ യോജന SGSY അതായിരുന്നു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെയാണ്, സ്വയം സഹായ സംഘങ്ങളുടെ ആണ്. അടുത്തത് PMRY പ്രൈമർലി ടു അസിസ്റ്റ് വിച്ച് ഗ്രൂപ്പ്? ഏത് ഗ്രൂപ്പിനെ അസിസ്റ്റ് ചെയ്യാനാണ് PMRY? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത്, അതായത് വിദ്യാഭ്യാസമുള്ള അൺഎംപ്ലോയിഡ്, ജോലി ലഭിക്കാത്ത യൂത്തിന് വേണ്ടിയിട്ട്. മൈക്രോ ക്രെഡിറ്റ്, എൻ്റർപ്രിനർഷിപ്പ് ആൻഡ് എംപവർമെൻറ്റ് ആർ 3 important components ഓഫ് ഡാഷ്. കുടുംബശ്രീയിലെ നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ് അല്ലേ ക്വസ്റ്റ്യൻ. അടുത്തത്, ആജീവിക ഇസ് ദ ഫ്ലാഗ്ഷിപ്പ് നെയിം ഓഫ് വിച്ച് സോഷ്യൽ വെൽഫെയർ സ്കീം? ഏത് സോഷ്യൽ വെൽഫെയർ സ്കീമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് നെയിമാണ് ആജീവിക എന്നുള്ളത്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ. അന്ത്യോദയ അന്ന യോജന എയിംസ് ടു പ്രൊവൈഡ് ഫുഡ് ഗ്രെയിൻസ് ടു BPL ഫാമിലീസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്. ദ ടേം അന്ത്യോദയ വാസ് കോയിൻഡ് ബൈ. അതായത് അന്ത്യോദയ അന്ന യോജനയുടെ ലക്ഷ്യം നമുക്കറിയാം, ഫുഡ് ഗ്രെയിൻസ് BPL ഫാമിലീസിലുള്ളവർക്ക് എന്താണ്? ഭക്ഷ്യധാന്യങ്ങൾ നൽകാനാണ്. അപ്പോൾ എന്താണ് ദ ടേം അന്ത്യോദയ വാസ് കോയിൻഡ് ബൈ? അന്ത്യോദയ എന്നുള്ളൊരു ടേം യൂസ് ചെയ്തത് ആരാണ്? മഹാത്മാ ഗാന്ധി. അടുത്തത്, അന്ത്യോദയ സ്കീം വാസ് ഫസ്റ്റ് കെയിം ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് അത് വന്നത്? രാജസ്ഥാൻ. Which scheme targets the most vulnerable groups of population, including children up to 6 years of age, pregnant women, nursing mothers in backward rural areas, tribal areas and urban slum? നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, ICDS ആണത്.
വെൻ ഡിഡ് പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന ഫോർമലി ലോഞ്ച്ഡ്? പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 2010 വിച്ച് ഈസ് ദ ത്രസ്റ്റ് ഏരിയ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന? അൺഎംപ്ലോയിഡ് യൂത്തിനെയാണ് അത് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെൽഫെയർ സ്കീമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. PSC പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് പഠിക്കുക. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.